ഇന്നത്തെ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ സെമി കണ്ടക്ടർ ടൈപ്സ്, അതുപോലെ തന്നെ അതിൽ വരുന്ന സബ് ടൈപ്പുകൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. സെമി കണ്ടക്ടർ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്യൂറസ്റ്റ് ഫോമിലിരിക്കുന്ന ഏറ്റവും പരിശുദ്ധമായ സെമി കണ്ടക്ടറിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോപ്ഡ് സെമി കണ്ടക്ടറിനെയാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഡോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലോട്ട് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രക്രിയയാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഇമ്പ്യൂരിറ്റി എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അഴുക്ക് എന്ന് പറയുന്ന സംഗതിയോട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും മെറ്റാലിക് എലമെന്റ്സ് ആണ്. പരിശുദ്ധമായിട്ടുള്ള സെമി കണ്ടക്ടറിലോട്ട് ഇവ ആഡ് ചെയ്താൽ മാത്രമേ ആ സെമി കണ്ടക്ടറിന്റെ ചാലകത നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയാണ് നമ്മൾ ഡോപ്പിംഗ് നടത്തുന്നത്. പിന്നെ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിന്റെ വേക്കൻസിയാണ്. ഇലക്ട്രോൺസ് എവിടെ നിന്ന് ഒഴിയുന്നു അവിടെ വരുന്നതാണ് ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിന്റെ ചാർജ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഹോളിന്റെ ചാർജ് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, പോസിറ്റീവ് ആണ്. പിന്നെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ രണ്ട് ടൈപ്പിലോട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു: പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്നും എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്നും. പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്നാൽ പോസിറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടർ എന്നും എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്നാൽ നെഗറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടറും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ നമ്മുടെ മുമ്പിൽ കാണുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ ഒരു 2D സ്ട്രക്ചർ ആണ്. നമ്മൾ നേരത്തെയും ഇത് പിക്ചർ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതില് ഉള്ള കാര്യങ്ങൾ വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്, അതുപോലെ തന്നെ വാലൻസ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന കോവാലന്റ് ബോണ്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു ഇമ്മൊബൈൽ അയോൺ എന്ന് പറഞ്ഞിട്ടൊരു ആറ്റം വരുന്നുണ്ട്. ഈ ഇമ്മൊബൈൽ അയോൺ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആറ്റങ്ങളുടെ അവസാനത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോൺസേ ഉള്ളൂ. കുറെ സിലിക്കൺ ആറ്റങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ എന്തുണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സിലിക്കൺ ആറ്റം വീതം എല്ലാ സിലിക്കൺ ആറ്റങ്ങളും അവയുടെ അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അപ്പൊ അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ എന്തുണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലിക്കൺ ആറ്റങ്ങൾക്ക് അനങ്ങാൻ കഴിയാതെ 4 സൈഡിൽ നിന്നും ബന്ധിപ്പിക്കപ്പെട്ട രീതിയിൽ എത്തും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ക്രിസ്റ്റലില് അങ്ങനെ ടൈറ്റായി ബന്ധിപ്പിക്കപ്പെട്ട രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റാതെ സിലിക്കൺ ആറ്റങ്ങൾ നിൽക്കും. അപ്പോൾ അങ്ങനെ ഉള്ള അവസ്ഥയിലിരിക്കുന്ന നമ്മൾ ആറ്റങ്ങളെയാണ് ഇമ്മൊബൈൽ ആറ്റംസ് എന്ന് നമ്മൾ പറയുക. ഇതിപ്പോ ജർമ്മനി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രക്ചറിൽ SI എന്ന് എഴുതിയതിന് പകരം അവിടെ GE എന്ന് എഴുതിയാൽ മതി, വേറെ നമുക്കൊന്നും മാറ്റേണ്ടി വരില്ല. അപ്പൊ ഇൻട്രിൻസിക് ജർമ്മനിയം വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. ഇനി കമ്പാരിസൺ ബിറ്റ്വീൻ ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. എന്താണ് പരിശുദ്ധമായ സെമി കണ്ടക്ടറും അതുപോലെ ഡോപ്പിങ്ങിന് ശേഷം ഉണ്ടാകുന്ന സെമി കണ്ടക്ടറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അത് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുകയാണ്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ട് എഴുതിയിട്ടിരിക്കുകയാണ് ഓരോന്നും. അപ്പൊ അത് കമ്പയർ ചെയ്ത് പഠിച്ചാൽ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും നമുക്ക് പഠിക്കാനായിട്ട്. അപ്പൊ പോയിന്റ്സ് ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞ ഏറ്റവും പരിശുദ്ധമായ സെമി കണ്ടക്ടർ ആണ്. അപ്പൊ എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ ഇംപ്യൂർ ഫോം ആണ്, അതായത് പരിശുദ്ധമായിട്ടുള്ള ഫോം അല്ല. ഇനി ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ ഉള്ളിൽ ഹോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി ഒക്കെ ഈക്വൽ ആയിരിക്കും. ഈ ഹോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഒരു റൂം ടെമ്പറേച്ചറിൽ വെക്കുകയാണെങ്കിൽ, ഈ റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 27 ഡിഗ്രി സെൽഷ്യസ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നോർമലി ഒരു റൂം ടെമ്പറേച്ചറിൽ 27 ഡിഗ്രി സെൽഷ്യസിൽ ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറോ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറോ പ്ലേസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവയ്ക്കകത്തിരിക്കുന്ന ഇലക്ട്രോൺസിന് എനർജി കിട്ടുകയും അവര് കോവാലന്റ് ബോണ്ട് പൊട്ടിച്ച് ഫ്രീ ഇലക്ട്രോൺസ് ആയി വരികയും ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇലക്ട്രോൺ പുറത്തു വരുമ്പോൾ നിങ്ങൾക്കറിയാം ഫ്രീ ഇലക്ട്രോൺ ആവും. ഫ്രീ ഇലക്ട്രോൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവ ഏത് ബാൻഡിലോട്ട് പോവും? കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോവും. അപ്പൊ ഇലക്ട്രോൺ പുറത്തു വരുന്ന സ്ഥലത്ത് ഒരു വേക്കൻസി ഉണ്ടാവും, അതിന് നമ്മൾ ഹോൾ എന്ന് പഠിച്ചു. ആ ഹോളില് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ പുറത്തു വരുമ്പോൾ ഒരു ഹോൾ ഉണ്ടാവും. ആ രീതിക്കാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ കാര്യങ്ങൾ നടക്കുക. അപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കേസ് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഈ ഹോൾ ഇലക്ട്രോണിന്റെ ജനറേഷൻ
ചൂട് മൂലമുണ്ടാകുന്ന ജനറേഷൻ, അതിന് നമ്മൾ തെർമൽ ജനറേഷൻ എന്നാണ് പറയുക. അത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതാണ് ഹോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി ഈക്വൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കും. പക്ഷെ എക്സ്ട്രിൻസിക്കിന്റെ കേസിൽ നമ്മളൊന്നുമില്ലെങ്കിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിനെ, പി ടൈപ്പ് എന്നും എൻ ടൈപ്പ് എന്നും. നമുക്ക് വിശദമായിട്ട് പഠിക്കാം എന്താണ് പി ടൈപ്പ് എൻ ടൈപ്പ് എന്നുള്ളത്. അതിന്റെ കേസിൽ ഈ ഹോളും ഇലക്ട്രോണും തമ്മിലുള്ള റേഷ്യോ ഒരിക്കലും ഈക്വൽ ആവുകയില്ല. ഒരു ഹോളിന് ഒന്നുമില്ലെങ്കിൽ 2 ഇലക്ട്രോൺ വരും, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിന് 2 ഹോൾ വരും. ഈ രീതിയിൽ അത് മാറിക്കൊണ്ടേയിരിക്കും. അതെന്താ കാരണം എന്നുള്ളത് നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പിന്നെ മൂന്നാമത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി ലോ ആയിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എങ്ങനെയാണെങ്കിലും ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോൾ ഇലക്ട്രോൺ അവയുടെ ടെമ്പറേച്ചറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവ ഉണ്ടാവുന്നത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. പക്ഷെ എക്സ്ട്രിൻസിക്കലി ഞാൻ പറഞ്ഞു അത് ഈക്വൽ ആയിരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു ഹോൾ ഇലക്ട്രോണിന്റെ കാര്യത്തിൽ. അപ്പൊ കണ്ടക്ടിവിറ്റി എപ്പോഴും കൂടെ എക്സ്ട്രിൻസിക്കലി ആയിരിക്കും കൂടുക. കാരണം ഫ്രീ ഇലക്ട്രോൺസ് എവിടെ കൂടുതൽ ജനറേറ്റ് ആകുന്നു അവിടെയാണ് കണ്ടക്ടിവിറ്റി കൂടുക. അപ്പൊ അത് എക്സ്ട്രിൻസിക് ആയിരിക്കും. ഇൻട്രിൻസിക്കലി അത് കുറവായിരിക്കും. അതുകൊണ്ടാണ് കണ്ടക്ടിവിറ്റി ഇൻട്രിൻസിക്കിന് കുറവും എക്സ്ട്രിൻസിക്കിന് കൂടുതലും എന്ന് പറയുന്നത്. പിന്നെ ഇൻട്രിൻസിക്കില് ഇമ്പ്യൂരിറ്റീസ് ഒന്നും ആഡ് ചെയ്യില്ല. ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മെറ്റാലിക് കോമ്പൗണ്ട്സ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം അങ്ങനത്തെ ഒക്കെ. പക്ഷെ എക്സ്ട്രിൻസിക്കില് ഇവയെല്ലാം ആഡ് ചെയ്യപ്പെടും. അവയ്ക്ക് ഇമ്പ്യൂരിറ്റീസിന് 2 പേരുകളും പറയും. പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി എന്നും ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി എന്നും. പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് വരുന്നത്. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോറിന്റെ ആറ്റം മോഡൽ വരയ്ക്കുമ്പോൾ അവസാനത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് വരുന്ന ടൈപ്പ് നമ്മുടെ മൂലകങ്ങൾ. അതാണ് ട്രൈവാലന്റ്. അപ്പോൾ പെന്റാവാലന്റോ ട്രൈവാലന്റോ പ്യുവർ സെമി കണ്ടക്ടറിലോട്ട് ആഡ് ചെയ്തിട്ടാണ് എക്സ്ട്രിൻസിക് ഉണ്ടാക്കുന്നത്. പിന്നെ ഫോർത്ത് ഏറ്റവും ലാസ്റ്റ് പോയിന്റ്, 5th പോയിന്റ് പറയുന്നത് ഡിപ്പെൻഡൻസ് ഓൺ ടെമ്പറേച്ചർ. അതായത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ ഉള്ളിലെ കണ്ടക്ടിവിറ്റി, അവയുടെ ചാലകത എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. പക്ഷെ എക്സ്ട്രിൻസിക്കിന്റെ കേസിൽ അത് മാത്രമല്ല, ടെമ്പറേച്ചർ ഒരു ഘടകമാണ്. പോരാതെ എന്തോരം നിങ്ങൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നു. കാരണം ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നത് എന്തിനാ? ചാലകത ഇൻട്രിൻസിക്കിനെക്കാട്ടും കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഒരു ഡിപ്പെൻഡൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇമ്പ്യൂരിറ്റി എത്രത്തോളം ആഡ് ചെയ്യുന്നു, അതുപോലെ ടെമ്പറേച്ചർ എന്തോളം വരുന്നു എന്നുള്ള ഈ 2 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലായിട്ടായിരിക്കും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ വർക്ക് ചെയ്യുക. ഇവയാണ് ഇവയ്ക്കിടയിലുള്ള ഒരു കമ്പാരിസൺ. ഇത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ ഒരു 2D സ്ട്രക്ചറാണ് നിങ്ങളുടെ മുമ്പിൽ വരച്ചിട്ടിരിക്കുന്നത്. അപ്പൊ അതില് എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ഉണ്ട്, പി ടൈപ്പ് സെമി കണ്ടക്ടറും ഉണ്ട്. രണ്ടും ഒരേ ഇതിൽ തന്നെ നമ്മൾ കാട്ടിയിരിക്കുകയാണ്. അപ്പൊ സിലിക്കൺ എന്നുള്ള പ്യുവർ സിലിക്കണിലോട്ട് ഇപ്പൊ നമ്മൾ എൻ ടൈപ്പിന്റെ കേസിൽ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോസ്ഫറസ് എന്ന് പറയുന്ന പി, അതാണ് പി എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സിലിക്കൺ ആറ്റത്തിന് ഒരെണ്ണത്തിന് എടുത്തു മാറ്റി ഫോസ്ഫറസ് ആറ്റത്തിന് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും. ഈ ഫോസ്ഫറസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനത്തെ ഷെല്ലില് 5 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? ഓൾറെഡി സിലിക്കൺ ആറ്റത്തിന് അവസാനത്തെ ഷെല്ലില് 4 ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പൊ ഇവർക്ക് ഒരു ഫോസ്ഫറസ് ആറ്റം ആ ഒരു സ്ട്രക്ചറിലോട്ട് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഇലക്ട്രോൺസിന് 4 ഇലക്ട്രോൺ ഫോസ്ഫറസിന്റെ ഒപ്പം കൂടും. അപ്പൊ അവര് തമ്മിൽ കോവാലന്റ് ബോണ്ട് ആയി കഴിഞ്ഞു. പക്ഷെ 5ാമത്തെ ഇലക്ട്രോൺ എന്തായി മാറും? ഫ്രീ ആയിട്ട് നിൽക്കും. ഓക്കെ, അങ്ങനെയാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാവുന്നത്. ഇനി നേരെ തിരിച്ച് നമ്മൾ ഇപ്പുറത്തെ പി ടൈപ്പിലോട്ട് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലിക്കണിന്റെ അവസാനത്തെ ഷെല്ലില് എത്ര എണ്ണം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ബോറോൺ ബി എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് അവിടെ ഇരിക്കുന്നത്. അവയുടെ അവസാനത്തെ ഷെല്ലില് 3 ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പൊ ബോറോണിനെ നമ്മൾ സിലിക്കണിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻട്രിൻസിക് സിലിക്കണിലോട്ട് ആഡ് ചെയ്താൽ സംഭവിക്കുന്നത് 3 ഇലക്ട്രോൺസ് കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കും. 4ാമത്തെ ഒരു സിലിക്കൺ ആറ്റത്തിന് കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് അവര് ആ ഏരിയ മാത്രം ഒഴിഞ്ഞെടുക്കും. അവിടെ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇലക്ട്രോൺ ഇല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ വേക്കൻസി എന്താവും? ഹോള്. ആ ഹോളിന് പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ അതുകൊണ്ട് എന്താണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇമ്മൊബൈൽ അയോൺ എന്നുള്ള കൺസെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇമ്മൊബൈൽ ആറ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇനി പി ടൈപ്പ് എൻ ടൈപ്പ് തമ്മിൽ കമ്പയർ ചെയ്യുക.
അതാണ് ഈ ഒരു ഇത് പഠിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പി ടൈപ്പ് എങ്ങനെയാണ് പി ടൈപ്പ് ഉണ്ടാക്കുന്നത്. ഇൻട്രിൻസിക് സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയത്തിന്റെ ഒപ്പം ആരെ ആഡ് ചെയ്താൽ പി ടൈപ്പ് ഉണ്ടാവും. ആ എലമെന്റ്സിന്റെ പേരാണ് ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം. ഇവയിൽ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്താൽ പി ടൈപ്പ് ഉണ്ടാവും. ഇവയുടെയൊക്കെ അവസാനത്തെ ഷെല്ലില് 3 ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി എൻ ടൈപ്പിന്റെ സൈഡിൽ എങ്ങനെ കൺസ്ട്രക്ഷൻ? സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം, ഇൻട്രിൻസിക് സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയത്തിന്റെ ഒപ്പം എന്ത് ആഡ് ചെയ്യണം? ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് എൻ ടൈപ്പ്. ഇവയുടെ അവസാനത്തെ ഷെല്ലിൽ മുഴുവൻ 5 ഇലക്ട്രോൺസേ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ നമ്മളൊരു ഇമ്പ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്യുന്ന ആറ്റം, അതായത് പി ടൈപ്പിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, അതിനൊക്കെ ഇമ്പ്യൂരിറ്റി ആറ്റംസ് എന്ന് പറയും. എൻ ടൈപ്പിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി അങ്ങനെയുള്ള ആറ്റങ്ങളൊക്കെ ഇമ്പ്യൂരിറ്റി ആറ്റം എന്നും പറയും. അപ്പൊ പി ടൈപ്പിലെ ഇമ്പ്യൂരിറ്റി ആറ്റത്തിന് നമുക്ക് ആക്സെപ്റ്റർ ടൈപ്പ് എന്ന് പറയാം. ഓക്കെ, പി ടൈപ്പിലെ ഇമ്പ്യൂരിറ്റി ആറ്റം എന്ന് പറയുന്നത് എന്താണ്? സ്വീകരിക്കുന്ന ആളാണ്. കാരണം ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം ഒക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ബോറോണിന്റെ അവസാനത്തെ ഷെല്ലിൽ 3 എണ്ണമാണ്. നേരത്തെ പറഞ്ഞത് 5 എന്നാണെങ്കിൽ തെറ്റാണ്, സോറി. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം എന്നുള്ള ഇന്ത്യയുടെ അവസാനത്തെ ഷെല്ലില് എത്ര എണ്ണം? 3 എണ്ണമേ ഉണ്ടാവുള്ളൂ. അപ്പൊ 3 എണ്ണം ആകുമ്പോൾ ഇവർക്ക് 3 കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കാനേ കഴിയുള്ളൂ എന്ന് നിങ്ങൾ സ്ട്രക്ചറിൽ കണ്ടു. അപ്പൊ ഇവര് ഓൾറെഡി ഒരു ഇലക്ട്രോണിനെ കൂടി ക്രിസ്റ്റലിൽ നിന്ന് എവിടെന്നെങ്കിലും സ്വീകരിക്കാൻ തയ്യാറായിരിക്കും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഈ ആഡ് ചെയ്യുന്ന ഈ ഇമ്പ്യൂരിറ്റി ആറ്റത്തിന് നമ്മൾ ആക്സെപ്റ്റർ ടൈപ്പ് എന്ന് പറയും. ഇനി ഇപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ ടൈപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പ്യൂരിറ്റി ആറ്റം എന്ന് പറയുന്നത് ഒരു ഡോണർ ടൈപ്പ് ആയിരിക്കും. കാരണം ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണിയുടെ അവസാനത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇവരെന്ത് ചെയ്യും? എപ്പോഴും ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ടൈപ്പിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഇമ്പ്യൂരിറ്റി ആറ്റത്തിന് നമ്മൾ ഡോണർ ടൈപ്പ്, ഡോണർ എന്ന് പറഞ്ഞാൽ ദാതാവ്, ആക്സെപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വീകർത്താവ്. ഓക്കെ, ഇനി ഇമ്പ്യൂരിറ്റി ആറ്റത്തിന് പി ടൈപ്പിൽ ഇമ്പ്യൂരിറ്റി ആറ്റത്തിന് നമ്മൾ പറഞ്ഞു ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞു. എന്താ കാരണം? അവസാനത്തെ ഷെല്ലില് 3 ആള്. പിന്നെ എൻ ടൈപ്പിൽ ഇമ്പ്യൂരിറ്റി ആറ്റത്തിന് പെന്റാവാലന്റ് എന്ന് പറഞ്ഞു. കാരണം എന്താണ്? അവസാനത്തെ ഷെല്ലില് 5 ആള് വരുന്നു. പിന്നെ ഇനി അടുത്തൊരു പോയിന്റ് വരുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എങ്ങനെയാണ് അത് ഇമ്മൊബൈൽ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ആറ്റം എന്തുകൊണ്ട് ഇമ്മൊബൈൽ ആവുന്നു എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു. 4 സൈഡിലും കോവാലന്റ് ബോണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റത്തിന് പിന്നെ അനങ്ങാൻ പറ്റുകയില്ല. പക്ഷെ ഒരു ആറ്റത്തിന് ഇമ്മൊബൈൽ അയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. അതായത് നെഗറ്റീവ്ലി, പി ടൈപ്പിൽ നെഗറ്റീവ്ലി ചാർജും എൻ ടൈപ്പില് പോസിറ്റീവ്ലി ചാർജും ഇമ്മൊബൈൽ അയോൺസ് ആണെന്ന് പറയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പ്യൂരിറ്റി ആറ്റം പി ടൈപ്പിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇവര് ഒരു ഇലക്ട്രോണിനെ ക്രിസ്റ്റലിൽ നിന്ന് സ്വീകരിക്കും. ആക്സെപ്റ്റർ ടൈപ്പ് അല്ല ഇവര്. ഓക്കെ, അപ്പൊ എന്താണ്? ഒരു ആറ്റം ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണെങ്കിൽ ഈ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി ആറ്റത്തിന്റെ ചാർജ് എന്തായി മാറും? നെഗറ്റീവ് ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതുപോലെ തന്നെ എൻ ടൈപ്പിന്റെ കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പ്യൂരിറ്റി ആറ്റം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആറ്റത്തിന്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ പോസിറ്റീവ്ലി ചാർജ്ഡ് ഇമ്മൊബൈൽ അയോൺ എന്ന് പറയുന്നത്. ഇനി പി ടൈപ്പില് ഹോൾസ് മെജോറിറ്റി. എപ്പോഴും പോസിറ്റീവ് ടൈപ്പിന് പേര് വരാൻ കാരണം ഹോൾസ് ആണ് അവിടെ മെജോറിറ്റി. എൻ ടൈപ്പിലാണെങ്കിലോ ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി. ഓക്കെ, ഇനി പി ടൈപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ഹോൾ ആണെങ്കിൽ ഇലക്ട്രോൺ മൈനോറിറ്റി ആയിരിക്കും. എൻ ടൈപ്പില് ഇലക്ട്രോൺ മെജോറിറ്റി ആണെന്നുണ്ടെങ്കിൽ ഹോൾസ് മൈനോറിറ്റി ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. മെജോറിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണെങ്കിൽ ഹോൾ ഓൾറെഡി അവിടെ മൈനോറിറ്റി ആയിരിക്കും. അത് മെജോറിറ്റി മൈനോറിറ്റി എങ്ങനെയാ മനസ്സിലാക്കുക? പി ടൈപ്പ്, പോസിറ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള ടൈപ്പ്, അവിടെ ഹോളാണ് പോസിറ്റീവ് ചാർജുള്ള, അവർ മെജോറിറ്റി. അപ്പോൾ ഇലക്ട്രോൺ മൈനോറിറ്റി. ഇനി എൻ ടൈപ്പ് എടുത്താണ്ടെങ്കിലോ നെഗറ്റീവ് ചാർജുള്ള ടൈപ്പ്, അപ്പൊ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ആണ് അവിടെ മെജോറിറ്റി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഇമ്മൊബൈൽ ആറ്റത്തിന്റെ ചാർജ് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പോസിറ്റീവ് ടൈപ്പില് നെഗറ്റീവ് ചാർജ് ആയിരിക്കും, നെഗറ്റീവ് ടൈപ്പില് പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഇമ്മൊബൈൽ ആറ്റത്തിൽ. ഓക്കെ, പിന്നെ ട്രൈവാലന്റ്, പെന്റാവാലന്റ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ടേബിളായി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബുക്കിൽ എഴുതിയിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ.